UPVC അല്ലെങ്കിൽ അലുമിനിയം സ്ലൈഡിംഗ് വിൻഡോസ്, ഗ്ലാസ് വിൻഡോസ്, ഇത്തരത്തിലുള്ള വിൻഡോസിനെല്ലാം സേഫ്റ്റിക്ക് ആയിട്ട് നമ്മൾ ഗ്രിൽസ് കൊടുക്കാറുണ്ട്. മെറ്റൽ ഗ്രിൽസ് ആണ് നമ്മൾ അത്തരത്തിലുള്ള ഗ്യാപ്പുകളിൽ കൊടുക്കാറുള്ളത് വിൻഡോസിൻ്റെ. അപ്പോൾ ഇത്തരത്തിലുള്ള സേഫ്റ്റി ഗ്രിൽസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ സൈറ്റിൽ വെച്ചിട്ടാണ് മിക്കവാറും ഫാബ്രിക്കേറ്റ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ഫിനിഷിങ് നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും ഫിനിഷിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഫാക്ടറിയിൽ നിന്ന് ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. സൈറ്റിൽ നിന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല. 12x12 സ്ക്വയർ പോളിഷ് റോഡുകളാണ് ഇതിൽ നമ്മൾ ഒറിസോണ്ടലായിട്ട് വെലങ്ങനായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഒറിസോണ്ടൽ ടൈപ്പാണ്. 4 സൈഡിൽ നമ്മൾ അത് തന്നെ റെക്റ്റാങ്കിൾ ഹോളോ സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ട്യൂബിനകത്ത് ഡയറക്റ്റ് CNC മെഷീനിൽ ഹോൾ ചെയ്തതിന് ശേഷം ത്രൂ ഔട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെൽഡിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. മറ്റേ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് വെൽഡിങ്ങിൻ്റെ പ്രോബ്ലംസ് വരും. ഇത് നമുക്ക് ജസ്റ്റ് ചെറിയ സ്പോട്ട് വെൽഡിങ് മാത്രമേ വരുള്ളൂ. ഇനി നമുക്കിത് സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ ഗ്രിൽസ് എല്ലാം ഇവിടെ സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട്. 1-2 ഗ്രിൽസ് നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രിൽസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇതിന് ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 12x12 പോളിഷ് റോഡാണ് ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ റെക്റ്റാങ്കിൾ ഹോളോ സെക്ഷനാണ്. 1.5 ഇഞ്ചിക്ക് 1/2 ഇഞ്ച് സെക്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വെൽഡിങ്ങിൻ്റെ ഒരു ചെറിയ സ്പോട്ട് മാത്രം ഇവിടെ ഹോള് ചെയ്ത് CNCയിൽ ഹോൾ ചെയ്ത് ത്രൂ ഔട്ടായിട്ട് കടത്തി വിട്ടുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചെറിയ സ്പോട്ട് വെൽഡിങ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഫിനിഷിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫാക്ടറിയിൽ നിന്ന് തന്നെ ചെയ്യിപ്പിക്കുക. ഓൾ കേരള ലെവലിൽ നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത്തരത്തിലുള്ള ചെറിയ സ്പോട്ട് വെൽഡിങ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ നിങ്ങൾ മെഷർമെൻറ്റ് തന്നാൽ ആ മെഷർമെൻറ്റിൽ നമ്മൾ ചെയ്തെടുത്ത് ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് സിമെൻറ്റ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കിടക്കുന്ന വീടാണ്, തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രിൽസൊക്കെ നിങ്ങൾ വെക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് തേപ്പിന് മുമ്പ് വെക്കാമെന്നല്ല കേട്ടോ. 4 ഗ്രിൽസ് ഇവിടെ വരുന്നുണ്ട്. 3 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ വരുന്ന വിൻഡോ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള പ്രോബ്ലം ഇത് കണ്ടില്ലേ, തേപ്പ് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കട്ടിങ് വരും. നമ്മൾ ഈ തേപ്പ് കനം ഈ ഒരു സംഗതി ബെസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ തേപ്പിൻ്റെ മുമ്പായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. തേപ്പിന് മുമ്പ് ചെയ്ത നല്ല പെർഫെക്ഷൻ ഫിനിഷിംഗ് ഉണ്ടാവും. പിന്നീട് അതിന് മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ഇതുപോലെ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു റീപ്ലാസ്റ്ററിങ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇത് കറക്റ്റ് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതിനകത്ത് പോകും കേട്ടോ. ഇവിടെ നമ്മൾ ഒറിസോണ്ടൽ ടൈപ്പ് ഗ്രിൽസ് കൊടുക്കാൻ കാരണം ഇവിടെ സ്ലൈഡിങ് വിൻഡോ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ സ്ലൈഡിങ് വിൻഡോ നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാപ്പിലൂടെ കറക്റ്റ് ഇതുപോലെ സ്ലൈഡ് ചെയ്യാം. ഈ കുത്തനെ വെർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം വരുമ്പോൾ നമുക്ക് തടസ്സം വരും. അപ്പോൾ വെർട്ടിക്കൽസ് ഒരുമിച്ച് അടുത്തടുത്ത് വെർട്ടിക്കൽസ് രീതിയിലുള്ള ഡിസൈൻ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് 2 രീതിയിലും ഈ ഒരു 2 ഓപ്പൺ ചെയ്യുന്നതിനും സ്ലൈഡിങ് ചെയ്യുന്നതിനും ഈ ഒരു ഗ്രില്ല് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ബെസ്റ്റ് ആയിരിക്കും. ഒറിസോണ്ടൽ ടൈപ്പ് വെർട്ടിക്കലാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന UPVC വിൻഡോസിന് മാത്രമാണ് അത്തരത്തിലുള്ള വിൻഡോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിൻഡോ ആണ് ഇവിടെ ഫിക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ബെഡ്റൂമിൻ്റെ വിൻഡോ ഈ പാർട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗം കട്ടിങ് ശരിക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രത്തോളം കട്ടിങ് വന്നിട്ടുണ്ടെന്ന്. ഇത്രത്തോളം കട്ടിങ് വന്നാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പ്ലാസ്റ്ററിങ്ങിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കട്ടിങ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടോപ്പ് ലെവലിൽ ഇതുപോലെ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം, മുകൾ ഭാഗം ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് കോൺക്രീറ്റ് ആണ്, ലിൻഡലായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ അവിടെ ഇനി കൂടുതലായിട്ട് ഒന്നുകൂടി കനത്തിൽ റീപ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ആ ബീം കട്ട് ചെയ്തെടുക്കാം, കുറച്ച് റിസ്ക്കുമാണ്. അതുമാത്രമല്ല നമ്മൾ ഓൾറെഡി കോൺക്രീറ്റ് ബീം നമ്മൾ അത്തരത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ സ്ട്രെങ്ത്തിനൊക്കെ ബാധിക്കുന്നതുകൊണ്ട് വല്ലാതെ കട്ട് ചെയ്യാൻ പോവാറില്ല. കട്ട് ചെയ്യരുത് പരമാവധി. മിനിമം കട്ടിങ് മാത്രമാണ് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കണ്ടില്ലേ, ബാക്കി 3 സൈഡ് നമുക്ക് കറക്റ്റ് പ്ലാസ്റ്ററിങ്ങിനകത്ത് പോകും. ഈ ഭാഗത്ത് നമുക്ക് ടോപ്പിൽ ലിൻഡലായിട്ട് വന്നതുകൊണ്ട് അവിടെ കോൺക്രീറ്റിൻ്റെ ബീം ആയതുകൊണ്ട് ചെറിയ രീതിയിൽ പുറത്തോട്ട് നിൽക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ത്രൂ ഔട്ട് ആ ഒരു ഭാഗം ഫുള്ള് തേച്ചെടുത്ത് കഴിഞ്ഞാലാണ് ആ ഭാഗം കവർ ചെയ്ത് പോവുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ഗ്രിൽസ് എല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട്